നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഭാഷാശുദ്ധിയും ഉച്ചാരണ ശുദ്ധിയൊക്കെ സംബന്ധിച്ച് വലിയ പരിഹാസങ്ങൾ നമ്മുടെ നാട്ടിലെ ചിലർ മനഃപൂർവ്വം സൃഷ്ടിച്ച് അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ട്. പക്ഷേ വ്യക്തിയുടെ ക്വാളിറ്റി ഒരിക്കലും ഉച്ചാരണ ശുദ്ധിയിലോ ഈ പദപ്രയോഗത്തിലോ അല്ല, അത് പ്രവൃത്തിയിലാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു 3 സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നിപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു മന്ത്രിയുടെ കഴിവ് എന്തെന്ന് നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ടത് കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലാണ്. ആ ഇടപെടൽ വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സും രക്ഷിതാക്കളുടെ ആശങ്കയും തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിനാലും ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്ത ബോധത്താലും എടുത്ത തീരുമാനമാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇനി മുതൽ ക്ലാസ് മുറികളിൽ കുട്ടികളോട് പരസ്യമായി അവരെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ മാനസികമായി വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പരസ്യമായി ഫീസ് ചോദിക്കാൻ പാടില്ല. ഓരോരുത്തരുടെയും അനുഭവത്തിൽ ഉണ്ടാകും. കാര്യം വളരെ മൃഗീയമായിട്ടാണല്ലോ ഈ പിടിച്ചുവാങ്ങൽ. കേരളത്തിലെ സ്വകാര്യ സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത്, എനിക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടാതെ പോയത് കൊണ്ട് എൻ്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ളത് കൊണ്ട് വരുമാനത്തിനകത്ത് നിൽക്കാത്ത അല്ലെങ്കിൽ ഒതുങ്ങാത്ത ഫീസാണെങ്കിൽ പോലും ഈ വയറ് മുറുക്കി കെട്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മുടെ നാട്ടിൽ പറയും. അതുപോലെയാണ് സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് കൊള്ളയ്ക്ക് ചിലർ വിധേയപ്പെടുന്നതും. എന്തുകൊണ്ടാണ്? മക്കൾ നാളെ നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല നിലയിലേക്ക് വളരട്ടെ, എന്നെപ്പോലെ ആകരുത് എന്നുള്ള ചിന്താഗതിയാണ്. ആ ചിന്താഗതിയുടെ പുറത്ത് കൊണ്ടുവന്ന് ഇവർ ഈ സ്കൂളുകളിലൊക്കെ ആക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ ഫീസ് മറ്റ് ചെലവുകളെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഈ ഫീസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ പാകപ്പിഴകൾ സംഭവിക്കും. അതിന്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കുട്ടികൾ ക്ലാസ് മുറികളിൽ അനുഭവിക്കാറുണ്ട്, ഇല്ലയോ? അതിനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് മന്ത്രി കൊടുത്തിരിക്കുന്നത്. അതായത്, ഫീസ് പരസ്യമായി ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പഠന ടൂറുകൾ, സ്കൂളുകളിൽ നിന്ന് ഉല്ലാസയാത്രകൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. പലപ്പോഴും ഈ നിർധനരായ കുടുംബത്തിലെ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാര്യം ചിലപ്പോൾ അതിഭീമമായിട്ടുള്ള തുകയായിരിക്കും ഇത്തരം യാത്രകൾക്ക്. കാര്യം ഈ സ്വകാര്യ സ്കൂളുകളിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ വളരെ സമ്പന്നരായിട്ടുള്ള മക്കൾ കാണും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രക്ഷിതാക്കളുടെ മക്കളും അവിടെ കാണും. പക്ഷേ ഒരു ടൂറൊക്കെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സെന്തായിരിക്കും? അതിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം അവരുടെ ഉള്ളിൽ സ്വമേധയാ ഉണ്ടാകാറുണ്ട്. ആ ആഗ്രഹം ചിലപ്പോൾ അച്ഛന്റെ അമ്മയുടെ സാമ്പത്തിക ശേഷിയെ മുൻനിർത്തി അവർക്ക് അതിന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഭാഗഭാക്കാകാൻ കഴിയാറില്ല. വളരെ വേദനയോടുകൂടി ആയിരിക്കും പലപ്പോഴും കൂട്ടത്തിലുള്ളവർ ഈ ഉല്ലാസയാത്രയ്ക്ക് അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ ഈ പരിമിതികൾ അത് അവർക്ക് വളരെ സങ്കടകരമായി മാറി അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റാതെ അവരെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ കുട്ടികളെയൊക്കെ അങ്ങനെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ മാറ്റി നിർത്താതെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള ഓർമ്മകൾ എൻ്റെ കലാലയ ജീവ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പലപ്പോഴും നോക്കുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഫീസാണ്. അതിനോടൊപ്പം തന്നെ ആ മാസം ഒരു വലിയ തുക ഈ ടൂറിൽ നിന്നൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ രക്ഷിതാക്കളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാകും. പലപ്പോഴും അതുകൊണ്ട് ഇവർക്കൊന്നും ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല. എത്ര ഗംഭീരമായ തീരുമാനമാണ്! വിദ്യാർത്ഥികളുടെ മനസ്സ് നിറയ്ക്കുന്ന തീരുമാനമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊന്ന്, ഇനി മുതൽ ITI സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് 2 ദിവസം ആർത്തവ അവധി, ഒപ്പം ശനിയാഴ്ച അവധി. ഈ ആർത്തവം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ചിലർ പൊത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം അത് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ശാരീരികമായി നടക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ, അതായത് ആ ദിവസങ്ങളിൽ അവർ അനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ക്ലാസ് മുറികളിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ 2 ദിവസം ആർത്തവ അവധി കൊടുത്തിരിക്കുകയാണ്. ഈ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റുകളിലും ഇത്തരം ചിന്തകൾ ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഈ ഒരു തീരുമാനം ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചും ശനിയാഴ്ചകളിൽ അവധി കൊടുത്തതിന് ശേഷം 2 ഷിഫ്റ്റ് ആക്കി IT-കളിൽ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ പാഠഭാഗങ്ങൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നൂതന പാഠ്യപദ്ധതികൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ അടിമുടി മൊത്തത്തിൽ മാറ്റം വരുത്തുകയാണ്. ഇതൊക്കെയല്ലേ വ്യക്തിയുടെ കഴിവ്? എങ്ങനെയാണ് ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നേതാവാണ് വി ശിവൻകുട്ടി. ശിവൻകുട്ടിയോടുള്ള വലിയ എതിർപ്പെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവാണ്, പഴയ മേയറാണ്. അദ്ദേഹം മേയറായിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എല്ലാം ബോധ്യപ്പെട്ടതാണ്.
പോരാത്തതിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളിൽ അദ്ദേഹം വളരെ പോളിഷ്ഡ് ഭാഷയിൽ സംസാരിക്കില്ല. ചില സംസാരത്തിലെ ന്യൂനതകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെയൊക്കെ ഉയർത്തിക്കാട്ടി ഒരു വ്യക്തിയെ മാക്സിമം ആക്ഷേപിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട കാര്യങ്ങൾ ഉറപ്പാക്കപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച്. ഫീസ് പരസ്യമായി ചോദിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ക്ലാസ് മുറികളിൽ അധ്യാപകർ ഇനിയിപ്പോ കുട്ടികളുടെ കുറവ് പറഞ്ഞ് കളിയാക്കരുത്, പരിഹസിക്കരുത്. കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പണ്ട് നമ്മുടെ നാട്ടിൽ അറിയില്ലേ, ഈ പല്ലും തിരിക്കുന്ന കുട്ടികൾ, നിറം മങ്ങിയ കുട്ടികളെയൊക്കെ അധ്യാപകർ കൂടി ഈ ചില തമാശകൾക്ക് വേണ്ടി അധിക്ഷേപിക്കാറുണ്ട്. ആ വാചകങ്ങൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഏൽപ്പിക്കുന്ന മുറിവിനെ കുറിച്ച് പോലും അധ്യാപകന്റെ വേഷത്തിൽ നിൽക്കുന്ന പലർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം അതുപോലുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് കടന്നു വന്നിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്ക്, കാര്യം രൂപത്തിന്റെ കാര്യത്തിൽ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത്തരം തമാശകൾ, അതായത് അത്തരം ക്രൂരമായ തമാശകൾക്ക് വിധേയനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ടും രക്ഷിതാവിന്റെ മനോഭാവം തിരിച്ചറിഞ്ഞുകൊണ്ടും എടുത്ത ആ തീരുമാനങ്ങളുണ്ടല്ലോ, അതിന് കൈയടിക്കാതെ തരമില്ല എന്ന് പറയേണ്ടി വരികയാണ്.